മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ജീവിത പങ്കാളിയും മാനസിക ആരോഗ്യവും എന്ന വിഷയമായിരുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. അതിൻ്റെ തുടർഭാഗമാണ് ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. എനിക്ക് ഇതിലൊരു എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഞാൻ ജീവാലയ ഫാമിലി പാർക്കിൽ ജോലി ചെയ്തിട്ടുണ്ട് ഒരു 3 വർഷം. അപ്പോൾ ഒരിക്കൽ കോഴ്സിന് വന്ന ഒരു പയ്യർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആ കുട്ടി പറയുകയാണ്, ഞങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കുറച്ച് പറയേ ഞങ്ങളതൊന്നും ബാധിക്കാൻ പോകണില്ല എന്നുള്ളൊരു മനോഭാവത്തോടു കൂടിയാണ് ഇവർ കോഴ്സിലിരുന്നത്. കോഴ്സ് കഴിഞ്ഞ് ഇവരുടെ വിവാഹം കഴിഞ്ഞു. ഫസ്റ്റ് നൈറ്റിൽ ഇവർക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു. കാരണം ഈ ആൺകുട്ടിയുടെ പെങ്ങള് ഇറ്റലിയിൽ ജോലി ചെയ്യുന്നത്. അപ്പോൾ കൊച്ച് നാട്ടിൽ ഇവരുടെ കൂടെയുണ്ട്. ഈ കുട്ടി ഉറങ്ങിക്കൊണ്ടിരുന്ന ഈ ഇവൻ്റെ കൂടെയാണ്. അപ്പോൾ ഈ ഫസ്റ്റ് നൈറ്റിലും ഈ അമ്മയോ അപ്പച്ചനോ കുട്ടിയെ മാറ്റി കൊണ്ടുപോയില്ല. ആ രാത്രിയിൽ ഈ കുട്ടി കൂടെയുണ്ട്. അപ്പോൾ ഇവൾക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പറഞ്ഞത് കൊച്ചല്ല, ഒന്നും മനസ്സിലാവില്ല. അങ്ങനെ തുടർച്ചയായിട്ടൊരു 4 നൈറ്റിൽ ഈ കൊച്ച് ഇവരുടെ കൂടെ. അപ്പോൾ അതോടുകൂടി ഇവരുടെ പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ കൗൺസിലിങ് അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആൺകുട്ടി എന്നോട് പറയുമായിരുന്നു, സിസ്റ്ററെ ഈ കോഴ്സ് വിവാഹത്തിന് മുമ്പല്ല നടത്തേണ്ടത്, വിവാഹശേഷം കുറച്ചിങ്ങനെ പ്രശ്നങ്ങളൊക്കെ ആയി തുടങ്ങുമ്പോൾ വേണം കോഴ്സിനെ വിളിക്കാൻ എന്നുള്ളൊരു. തീർച്ചയായിട്ടും ഇപ്പം ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുവാണ്, ഒരു വലിയൊരു കപ്പൽ അല്ലെങ്കിൽ ഒരു ബോട്ട്, ഒരു വള്ളം മുങ്ങാനായിട്ട് അതിന് വലിയ ദ്വാരമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ചെറിയൊരു ദ്വാരം. ഇതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയൊരു ജീവിതാന്തസ്സിലേക്ക് കടക്കുമ്പോൾ അവിടെയുള്ളൊരു ചെറിയതായിട്ടുള്ളൊരു ഹോള് മതി നമ്മളുടെയൊക്കെ ജീവിത നൗക മുങ്ങിത്താഴാനായിട്ട്. അപ്പോൾ ഈ ഒരു ഹോളിന് അല്ലെങ്കിൽ എവിടെയാണോ ലിമിറ്റേഷൻ ഉള്ളത്, എവിടെയാണോ പ്രോബ്ലംസ് ഉള്ളത്, ആ പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് ഇതിനെ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ അവർക്ക് വേണ്ട ഒരു സഹായം അല്ലെങ്കിൽ സേവനം കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ടും നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ അവതരിപ്പിക്കപ്പെടുമ്പോഴെല്ലാം ഇവർ ഒന്നുകൂടി ഇവരെ റിന്യൂ ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു റിന്യൂവിങ് എവരി പങ്കാളികളിൽ, ജീവിത പങ്കാളികളിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് വളരെ നല്ലൊരു സിസ്റ്റം ആയിരിക്കും. പിന്നെ ഓർക്കുക, നമ്മൾ പറയുന്നത് നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചത് ദൈവമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യത്തിലാണ് 2 ജീവിതങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നിരിക്കുന്നത്. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അപ്പോൾ ദൈവം തൻ്റെ കയ്യിലിരിക്കുന്ന മനുഷ്യ ജീവനുകളെ ഈ ഭൂമിയിലേക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ട് അതിന് പറ്റി ഉതകുന്ന 2 പേരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ അവര് ദൈവത്തിൻ്റെ തന്നെ ഒരു കർമ്മത്തിലാണ്, ഒരു വിശുദ്ധമായ ഒരു കർമ്മത്തിലേക്കാണ്, ദൈവത്തിൻ്റെ വിളിയിലേക്കാണ് അവർ കടന്നു വന്നിരിക്കുന്നത് എന്നൊരു ഉത്തമ ബോധ്യം ഉണ്ടാകുമ്പോൾ 2 പേർക്കും തമ്മിൽ ഒത്തിരിയേറെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് സാധിക്കും. ഇതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ജീവിത പങ്കാളിക്ക് ഗുരുതരമായ മാനസിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വ വൈകല്യങ്ങൾ ഉണ്ട് എങ്കിൽ അത് വേണ്ട രീതിയിൽ ചികിത്സിച്ച് മുന്നോട്ട് പോകുവാനുള്ള ഒരു കടമ കൂടി ഉണ്ട്. അപ്പം അവിടെ ചെയ്യേണ്ട ഒരു കാര്യം, ഇവരുടെ വീട്ടുകാർ അതിന് സപ്പോർട്ട് ചെയ്യണം. പലപ്പോഴും പറ്റുന്നത്, ജീവിത പങ്കാളിയിൽ ഒരാൾക്ക് മാനസികമായിട്ടുള്ള അസ്വസ്ഥതയുണ്ട്, രോഗമുണ്ട്, അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അവരുടെ വീട്ടുകാർ പറയും, ഇല്ല ഞങ്ങൾക്കല്ല പ്രശ്നം, നിങ്ങൾക്കാണ് പ്രശ്നം. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരാളുടെ ജീവിതം മാത്രമല്ല, 2 കുടുംബങ്ങളുടെ ജീവിതം തകരുകയാണ്. അപ്പോൾ മനസ്സിലാക്കുക, നമുക്കുള്ള കുറവുകളെ ചിലപ്പോൾ ഒരു വിദഗ്ധൻ്റെ ആവശ്യം വേണ്ടി വരും, മരുന്നിൻ്റെ സഹായം വേണ്ടി വരും. അതിന് നമ്മളൊരു തുറവി ഉള്ളവരായിരിക്കെങ്കിൽ മാത്രമേ കുടുംബജീവിതത്തിൽ, പ്രത്യേകിച്ച് ജീവിത പങ്കാളികളുടെ ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പോൾ അവിടെ വിശ്വാസ തലത്തിൽ, ആത്മീയ തലത്തിൽ, ഒരു സാമൂഹ്യ തലത്തിലെല്ലാം കൂടുതൽ ഉണർവും ഒരു തുറവിയും ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഇന്നും നമ്മുടെ ഈ കേരളത്തിൽ അറേഞ്ച്ഡ് മാരേജ് നിലനിൽക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈ മനപ്പൊരുത്തം എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതിനവിടെ ഒരു പ്രസക്തി കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതെന്തുമാത്രം പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മനപ്പൊരുത്തം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അകത്തൊരു മനഃശാസ്ത്ര ഭാഷയിൽ നമ്മൾ പറയുന്നത് പേഴ്സണാലിറ്റി ട്രേറ്റുകൾ തമ്മിലുള്ള, നമ്മൾ പറയത്തില്ല ചിലരോടുള്ളൊരു കെമിസ്ട്രി എന്ന് പറയും. അപ്പോൾ അതിൻ്റെ ഒരു പൊരുത്തമാണ്. അപ്പോൾ അത് നമുക്ക് ചിലതൊക്കെ അവിടെയാണ് നമുക്ക് ആദ്യ കാലഘട്ടങ്ങളിലെ ഒരു കുഞ്ഞിൻ്റെ വളർച്ചയിൽ ജീവിതത്തിൻ്റെ പല മേഖലകളിലോടും അഡ്ജസ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു കോപ്പിംഗ് സ്ട്രാറ്റജി ഇട്ടുകൊടുക്കേണ്ടതിൻ്റെ ആവശ്യം. അപ്പം നമ്മൾ ഓരോ പ്രാവശ്യവും കോപ്പപ്പ് ചെയ്ത്, ഒരു സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യുന്നു, ഒരു ഒബ്സ്റ്റക്കിളിനെ നമ്മൾ കോപ്പ് ചെയ്യുന്നു, അവിടെ നമുക്കുണ്ടാകുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിജീവന ശൈലിയാണ്. അപ്പോൾ ഒരു റെസിലിയൻസ് കിട്ടിയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു ജീവിതത്തിലേക്കും
ഒരു ജീവിത പങ്കാളിയുമായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അവരുമായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാനുള്ളൊരു കഴിവ് കൂടും. അപ്പൊ അവിടെയാണ് ഫാമിലിയുടെ ഒരു സപ്പോർട്ട്. നമ്മൾ ഭിന്നിപ്പിക്കാനല്ല നോക്കേണ്ടത്, സമാധാനപരമായിട്ട് മുന്നോട്ട് പോകാനാണ് നോക്കേണ്ടത്. ഇപ്പോൾ ദാമ്പത്യ ജീവിതത്തിലെ വിശ്വസ്തത അത് ഏത് രീതിയിലാണ് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത്? ദാമ്പത്യ ജീവിതത്തിലെ വിശ്വസ്തതയുടെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ബിസിനസിന് അറിയാമായിരിക്കും, കുടുംബക്കോട് എനിക്ക് തോന്നുന്നത് കൂടുതലും ഇന്ന് ഭാര്യയും ഭർത്താവും രണ്ടറ്റത്താണ്. അവരുടേതായ അത്യാവശ്യം കാര്യങ്ങൾ ഒന്നും അവർ സംതൃപ്തിപ്പെടുത്തിയിട്ടായിരിക്കില്ല പോകണമെന്നുള്ളത്. പക്ഷേ സാമ്പത്തികമായിട്ട് അവർ ഉയരാൻ വേണ്ടി രണ്ടുപേരും ആഗ്രഹിച്ചു ചേർന്ന് പോകുന്നതാണ്. പക്ഷെ ചില ഭാര്യ ഭർത്താക്കന്മാർ നല്ല വിശ്വസ്തതയുള്ളവരാണ്. പക്ഷേ കുറച്ചൊക്കെ പേര് അതിനോടൊരല്പം കൂറ് പുലർത്താത്തവരാണ്. അതൊരുപക്ഷെ വീട്ടിൽ നിന്ന് കിട്ടിയതോ എന്തോ പിന്നീട് വന്ന് അവരുടെ നീഡ്സിൻ്റെ പിന്നാലെ പോയതോ നമുക്കറിയില്ല. അവരെ കുറ്റം പറയാനും പറയാതിരിക്കാനും നമുക്ക് വയ്യ. ഇങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ എനിക്ക് തോന്നിയത്, ഞാൻ ആദ്യമൊക്കെ ചിന്തിച്ചു പുരുഷന്മാരാണ് വില്ലന്മാരെന്ന്. അതായത് ഞാൻ കുടുംബ കോടതിയിൽ ചെന്നപ്പോഴാണ് പല ഫയലുകളും മറിച്ച് നോക്കിയപ്പോൾ എനിക്കൊരു സങ്കടം തോന്നിയതല്ല, എൻ്റെ പിഴാന്ന് അടിക്കണമെന്ന് എനിക്ക് തോന്നി. കാരണം സ്ത്രീകളായ നമ്മൾ ഭയങ്കര ഒരു റോൾ എടുക്കുന്നുണ്ട് അവിടെ. പുരുഷന്മാരെ കഷ്ടപ്പെട്ട് വേദനിച്ച് അവിടെ നിന്നൊക്കെ അയച്ച് ഭാര്യയുടെ പേരിലായിരിക്കും മിക്കപ്പോഴും അയക്കുന്ന ഈ സമ്പത്തൊക്കെ അവരെന്താ അവർ പല വിധത്തിൽ കൈകാര്യം ചെയ്ത് ആർഭാടമായിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. പുരുഷന്മാരവിടെ ഒരുപക്ഷെ വെള്ളം പോലും കുടിക്കാതെ മരുഭൂമിയിൽ ചിലവഴിക്കുന്നവരുണ്ട്. നമ്മുടെ അടുത്ത് വരുന്ന ജെനുവിൻ കാര്യങ്ങൾ നമുക്കറിയാൻ പറ്റും. അവർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾ ആഡംബര കാർ ഉപയോഗിക്കുക, ലക്ഷറി ആയിട്ടുള്ള വീട്ടിലെ ഉപകരണം, അങ്ങനെ പലതും ഉപയോഗിച്ചും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു മൊബൈൽ മാറ്റി വീണ്ടും ആ മൊബൈലിലൂടെ തന്നെ പല പുരുഷന്മാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ വരുന്ന പുരുഷന്മാർ പലരും അവരെ മയക്കി അവരുടെ ഭർത്താവിൻ്റെ സമ്പാദ്യം മുഴുവൻ ബാങ്കിൽ നിന്നും മാറ്റുകയാണ്. കഴിഞ്ഞ ദിവസം എനിക്ക് സങ്കടം തോന്നിയ ഒരു കാര്യം, 18 വർഷം ജോലി ചെയ്തതാണ് വിദേശത്തെ. എല്ലാ സൗകര്യങ്ങളും ഭാര്യയ്ക്ക് കട വാങ്ങിക്കൊടുത്തു. എല്ലാം ഭാര്യയുടെ പേരിലാണ്. ഇവിടെ തിരിച്ചു വന്നപ്പം അവരുടെ തന്നെ കസിൻസാണ് വിളിച്ചു വരുത്തിയത്. ഭാര്യ വേറൊരാളുമായിട്ട് അവിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ ഇയാളുടെ പേരിലൊന്നുമില്ല. കഴിഞ്ഞ മാസം അയച്ച പൈസ മാത്രമേ ബാങ്കിലുള്ളൂ. ബാക്കി എല്ലാ പണവും ഭാര്യ തൻ്റെ കാമുകൻ്റെ പേരിലാക്കി. 10th പഠിക്കുന്ന ഒരു കുട്ടിയുണ്ട്, ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടിയുടെ മുഖം കണ്ട ശരിക്കും കാമുകൻ്റെ ഫേസ് കട്ട് തന്നെ. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൊക്കെ നമുക്ക് തോന്നുക കുറച്ചും കൂടെ വിശ്വസ്തരായിരിക്കണം സ്ത്രീകൾ. പുരുഷന്മാർ കഷ്ടപ്പെടുന്നതിനോട് നമ്മൾക്കൊരു ആത്മാർത്ഥതയും സ്നേഹവും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കാത്തിരിക്കാനും ഒരു കടമയുണ്ട്. നമ്മൾ അവർ തരുന്ന പൈസ നമ്മളിവിടെ ഭയങ്കര ഇതായിട്ട് ചിലവഴിച്ചിട്ട് അവരെ ഉപേക്ഷിച്ച് മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തി ജീവിതം പോലും നഷ്ടപ്പെടുത്തുന്നതിലേക്ക് എത്തുമ്പം വളരെ വിഷമം. ആ കുട്ടിയുടെ പിന്നെ എക്സാമിൻ്റെ ടൈമൊക്കെയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും, ഞാനൊരു സിസ്റ്റർ എന്ന നിലയിലും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഓഫീസിലെ സാറന്മാർ എൻ്റെ അടുത്ത് പറഞ്ഞു, സിസ്റ്ററെ ആ കുട്ടിക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ സപ്പോർട്ട് കൊടുത്തോ. അങ്ങനെ അവൾ പരീക്ഷ എഴുതുന്നത് വരെ നമ്മൾ അവളുടെ കൂടെ നിന്നു. കാരണം അമ്മ എന്താ ചെയ്തിരിക്കുന്നത്, വീട്ടിൽ 3-4 കർട്ടനൊക്കെ ഇട്ട് മറച്ചിരിക്കും. അവർ നല്ലൊരു ടൈലറിങ് ടീച്ചറാണ്. അപ്പോൾ ബ്ലാക്ക് ഉണ്ട്, വൈറ്റ് ഉണ്ട്, റെഡ് ഉണ്ട്. ഒരിക്കലും ഇവരുടെ വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് വെട്ടം പോകില്ല. രാത്രിയിൽ വരുന്ന കസ്റ്റമേഴ്സിനെ ഒന്നും കാണാത്ത വിധത്തിലാണ് അമ്മ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. കുട്ടികളെ സ്വന്തം അമ്മയാണെങ്കിൽ കൂടെ മൂത്ത മകളെ പഠിക്കാനായിട്ട് 10ാം ക്ലാസ് ആണല്ലോ, വാതിലടിച്ച് ലോക്കിട്ടിരിക്കുക പുറത്തുനിന്ന്. സ്വന്തം അമ്മ കൂടെയുണ്ട്. അമ്മയ്ക്ക് എല്ലാ ദിവസവും ഉറക്കോളി കഴിച്ചിട്ടാണ് അമ്മേനെ കിടത്തുക. ഇളയ കുട്ടി ഒന്നും അറിയുന്നില്ല. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നമ്മുടെ അമ്മയോട് പോലും അവിശ്വസ്തത. സിസ്റ്റർ പറഞ്ഞത് ശരിയാണ്. ഇപ്പൊ ഇങ്ങനെയുള്ള ചില കേസുകൾ നമ്മൾ ഇതുപോലെ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ ചിലപ്പോൾ ചിലർക്കൊക്കെ തോന്നാം ഇത് നാടകീയമാണോ എന്ന്. അല്ല, നമ്മൾ എടുക്കുന്നത് അതായത് റിയൽ ലൈഫിന്റെ ചില സ്റ്റോറീസ് ഒക്കെ ചിലപ്പോൾ നമ്മൾക്ക് ഇവിടെ ചർച്ചയ്ക്ക് വിഷയം പോലും ആക്കാനായിട്ട് പറ്റില്ല. കാരണം അത്രമാത്രം ദാമ്പത്യമായിട്ടുള്ള അവിശ്വസ്തതകൾ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പൊ ഇതിനൊരു ജനറൽ ആയിട്ടോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ മോശമായ ഒരു സ്ഥിതിയായിട്ടോ ഒന്നും ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നതല്ല. പക്ഷേ മനസ്സിലാക്കേണ്ട കാര്യം സിസ്റ്റർ പറഞ്ഞതുപോലെ ജീവിത പങ്കാളി തൻ്റെ പങ്കാളിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് ഒരു ജീവിതം, ഒരു കുടുംബ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അധ്വാനിക്കുമ്പോൾ ശാരീരികമായും മാനസികമായും അയാൾ ടയേർഡാകുമ്പോൾ ഇവിടെ അതിന് ഒരു മൂല്യവും കൊടുക്കാത്ത രീതിയിൽ, സ്വന്തം പങ്കാളിയോട് ഒരു വിശ്വസ്തത പുലർത്താത്ത രീതിയിൽ സോക്കോൾഡ് നമ്മൾ പറയും തോന്നിയാസം നടക്കുന്നെന്ന് പറയും. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന സാഹചര്യങ്ങൾ വളരെ വേദനാജനകമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കേസുകൾ കിട്ടുന്നുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ സർവീസിൽ ഇരിക്കുമ്പോഴാണല്ലോ നമുക്ക് കേസുകൾ വരുന്നത്. ഇനിയിപ്പോൾ ഞാൻ ഇതിനു മുമ്പ് ഒരു 13 വർഷത്തിന് മുൻപ് ഞാൻ ആ ഒരു സർവീസിൽ ഇല്ലായിരുന്നത് കൊണ്ട് അന്നത്തെ കാലഘട്ടത്തിലെ കാര്യം അറിയില്ലാത്തത് കൊണ്ടായിരിക്കാം. പക്ഷേ ഒത്തിരി കേസുകൾ കുടുംബ കോടതി പോലെ നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന ഒത്തിരിയേറെ അനുഭവങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിൽ 2 പേർക്കും ഇതിൻ്റെ അകത്ത് ഈക്വൽ പാർട്ടിസിപ്പേഷൻ ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം ജീവിത പങ്കാളിയെ
തൻ്റെ സ്നേഹം അറിയിക്കാനും അല്ലെങ്കിൽ താൻ അവിടെ ഉണ്ട്, ഇപ്പോൾ അവിടെ ഫിസിക്കലി പ്രസന്റ് ആയില്ലെങ്കിൽ പോലും നിനക്ക് വേണ്ടി ഞാൻ ജീവിക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ഉറപ്പ് നൽകാൻ രണ്ടുപേരും ബാധ്യസ്ഥരാണ്. ചിലർ അവർ എന്തെങ്കിലും ചെയ്തോട്ടെ, അവള് എന്നോട് ചോദിക്കാതെ ഒന്നും ചെയ്യില്ല, അമിതമായിട്ടുള്ളൊരു ട്രസ്റ്റ് അത് ശരിയല്ല. അപ്പം രണ്ടു പേർക്കും അവരെ കൂട്ടിച്ചേർത്തിരിക്കുന്ന ആ ഒരു കണ്ണി അല്ലെങ്കിൽ ഒരു ചെയിൻ രണ്ടുപേരെയും ഒരുമിച്ച് നിർത്തുന്ന ഒരു വിശ്വാസത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു കണ്ണി അവിടെ ഉണ്ടായിരിക്കണം. അത് ഉറപ്പ് വരുത്തണം. അതാണ് പലപ്പോഴും പറ്റിപ്പോകുന്നത്. ഒരു വ്യാഴവട്ടക്കാലം ഗുഡ്നസ് ടിവിയോടൊപ്പം സഞ്ചരിച്ച പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുൻപിൽ അഭിമാനത്തോടെ സമർപ്പിക്കുന്നു. ഗുഡ്നസ് ടിവി ഇനി മുതൽ OTT പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുന്നു. OTT പ്ലാറ്റ്ഫോമായ റുക്കു ബോക്സിൽ ഗുഡ്നസ് ടെലിവിഷൻ ലഭ്യമാകുന്നു. Goodness. Stay with God. ഇപ്പം മാം ഒരു വിവാഹ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്, ഒരു ഭാര്യയാണ്. അപ്പോൾ മാമിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ഒരു വിശ്വസ്തപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാനുണ്ടാവും. അപ്പോൾ അത്തരം ഒരു എന്തെങ്കിലും ഒരു കാര്യം ഇപ്പോൾ സിസ്റ്ററും പല കേസസും നമ്മളിപ്പോൾ കണ്ടു. അപ്പോൾ അതിൽ പലതും പറയുന്നത് നമ്മുടെ ജീവിത പങ്കാളിയോടുള്ള വിശ്വാസ്യതയെ മറികടന്ന് നമ്മളൊരു കാര്യം ചെയ്യുമ്പോഴാണ് അത് നമുക്കൊരു പാപബോധം ഉളവാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിലേക്ക് നമ്മുടെ എനർജി കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് നമുക്ക് വളരെയധികം വേറെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാനുണ്ട്. നമ്മുടെ ഫാമിലീസ് ഉണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മുടെ എനർജി കൂടുതലായിട്ട് ഉപയോഗിക്കും. കാരണം ഈ പെൻഡപ്പ് എനർജിയാണ് എന്താ ചെയ്യേണ്ടത് എന്നറിയാത്തത് കൊണ്ടാണ് പലതരത്തിലുള്ള റിലേഷൻഷിപ്സിലേക്ക് പോകുന്നത്. സോ ഇഫ് യു ക്യാൻ ജസ്റ്റ് ചാനലൈസ് ദാറ്റ് എനർജി ടു സംതിങ് പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ആക്ടിവിറ്റിയിലേക്ക് കൂടുതലായിട്ട് നമ്മൾ ബോധം ഉളവാക്കി അത് ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി മോർ ഈസി. അപ്പോൾ അത് പറയാനും ഷെയർ ചെയ്യാനും പറ്റുന്ന ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പലരും വഴി മാറിപ്പോകുന്നു, നമ്മുടെ പല ചിന്തകളിൽ പോകുന്നു എങ്കിൽ അത് ആരോടെങ്കിലും വിശ്വസനീയമായ ആൾക്കാരോട്, നമ്മൾ അപ്രോച്ച് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരോട് നമ്മളത് സംസാരിച്ച് അത് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ ജീവിത പങ്കാളിയോടും കൂടെ നമുക്ക് ഷെയർ ചെയ്യാം, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി, സോ ഹൗ വിൽ ബി. അപ്പം അത് നമ്മൾ പരസ്പരമുള്ള വിശ്വാസമാണ്, ജീവിത പങ്കാളിയിലുള്ള വിശ്വാസം, ഒരു കോൺഫിഡൻസ് ആണ് ഒരു പേഴ്സൺ ഉണ്ട് നമുക്ക് വേണ്ടി എന്നുള്ളത്. അപ്പം അത് നമ്മൾ ഷെയർ ചെയ്യാൻ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ വരുന്ന ചപലതകളെ മാക്സിമം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ മാം ഇപ്പോൾ പറഞ്ഞു വിശ്വസ്തതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒരുപാട് പറ്റിക്കപ്പെടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളിലൂടെ തൻ്റെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഞങ്ങളുടെ വിവാഹ ജീവിതത്തിലെ സ്വകാര്യതകളെല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു പ്രദർശന വസ്തുവാണ് പലപ്പോഴും ജീവിത പങ്കാളി അല്ലെങ്കിൽ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ജീവിത പങ്കാളി അല്ലെങ്കിൽ ആ ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഈ ഒരു ദൃശ്യമാധ്യമങ്ങൾ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു പങ്ക് എന്താണ്? സാമൂഹ്യ മാധ്യമങ്ങളുടെ പങ്കുകൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് പല ഡയമെൻഷനിൽ തിരിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ചിലപ്പോൾ ദൃശ്യമാധ്യമങ്ങൾ നല്ല മോഡലിംഗ് കൊടുക്കുന്നുണ്ട്, അവയർനെസ് കൊടുക്കുന്നുണ്ട്, ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. ഒരു ഭാര്യയും ഭർത്താവും എങ്ങനെ ആയിരിക്കണം, കുടുംബജീവിതം എങ്ങനെ പോകുന്നു എന്നൊരു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ നമുക്കൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് നമ്മൾ പറയുന്ന ഒരു ഉട്ടോപ്യൻ ലൈഫിൽ അത് പ്രദർശിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ജീവിത പങ്കാളിയിൽ ആരെങ്കിലും ഒരാളിൽ അതേപോലെയുള്ളൊരു ഡ്രീം വരും. ഓക്കെ, അങ്ങനെയാണല്ലോ അതിൽ കാണിച്ചിരിക്കുന്നത്, അപ്പോൾ അതേപോലെയാണ്. അപ്പോൾ അതിനെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വേറൊരു ഡയമെൻഷൻ. അടുത്തത് ഈ സോഷ്യൽ മീഡിയ പോലെയുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല സീക്രട്ട് ബന്ധങ്ങളും കീപ്പ് ചെയ്യുന്നവർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പിന്നീട് ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇത് തന്നെ ഈ മാധ്യമങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചീറ്റ് ചെയ്യപ്പെടുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കേസുകളെ അല്ലെങ്കിൽ ഒരു ദൃശ്യമാധ്യമങ്ങൾക്കുള്ള പങ്കെന്ന് പറയുമ്പോൾ ജനറലൈസ്ഡ് ആയിട്ട് അത് പോസിറ്റീവാണ് അല്ലെങ്കിൽ അത് നെഗറ്റീവാണ് എന്ന് പറയാൻ പറ്റില്ല. ഓരോ കേസസിനും അതിൻ്റേതായിട്ടുള്ളൊരു ഇൻഡിവിജ്വാലിറ്റി അതിലുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഞാൻ പറയാം, ഇപ്പം ഞാനത് പറയുന്നതിൽ പ്രേക്ഷകർക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം, എങ്കിൽ പോലും പറയുകയാണ്, ചില സീരിയലുകൾ മെഗാ സീരിയലുകളാണ്. ഇത് ഒരു കുടുംബജീവിതത്തെ തകർക്കുന്ന പല കേസുകളും ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട്. അതായത് അങ്ങനെയുള്ള സീരിയലുകളിൽ കാണുന്ന ചില കഥാപാത്രങ്ങളെയും കഥാതന്തുക്കളെയും എടുത്തിട്ട് ഇതാണ് എൻ്റെ ജീവിത പങ്കാളിയും ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എൻ്റെ ജീവിത പങ്കാളിയും എന്നുള്ള ഡൗട്ടിലേക്കൊക്കെ പോകുന്ന ചില കുടുംബങ്ങൾ, തകർന്നു പോയ കുടുംബങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില പ്രത്യേകമായിട്ടുള്ള
ഈ സോ കോൾഡ് സീരിയലുകളെ തന്നെ പറഞ്ഞു വെച്ചിട്ട് അവർ പറയും അങ്ങനെ ആയിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചിന്തിച്ചു. നമ്മൾ എപ്പോഴും ഓർക്കണം, ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ചില വൾണറബിലിറ്റികളുണ്ട്. അതായത് പേഴ്സണാലിറ്റിയിലെ ഡീവിയേഷൻസ് ഉണ്ട്. അവർ ചിലപ്പോൾ തോട്ട് പ്രോസസ്സിങ്ങിൽ നമ്മൾ പറയും കോഗ്നേറ്റീവ് എറേഴ്സ് എന്ന് പറയും. അതായത് ചിന്തയിൽ ഒരു അപലത ഉള്ളത്, അല്ലെങ്കിൽ ഒരു ചപലതയുള്ള ചില ചിന്താഗതികളുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് ഇതുപോലെയുള്ള ദൃശ്യമാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ഇതേപോലുള്ള എൻ്റർടൈൻമെൻറ്റുകളിലൂടെ കിട്ടുന്ന ചില ഇൻഫർമേഷൻസ് അവർ റിയൽ ആയിട്ട് കണക്കാക്കും. ഈ റിയാലിറ്റിയെ അവർ ജീവിത പങ്കാളിയിലേക്ക് ആട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, ചേട്ടൻ ഇന്ന് ഓഫീസിൽ നിന്ന് താമസിച്ചാണ് വന്നത്, ആ സീരിയലിൽ ഞാൻ കണ്ടായിരുന്നു, ഓഫീസിൽ നിന്ന് താമസിച്ച് വന്നയാൾ ഇന്നടുത്തൊക്കെ പോയിട്ട് വന്ന്. സോ അവൾ കഥ മെനഞ്ഞു കഴിഞ്ഞു, അതാ ചിന്തയിൽ നിന്ന് കഴിഞ്ഞു, അവൾ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ ഞാൻ എല്ലാത്തിനെയും അടച്ചാക്ഷേപിക്കുകയല്ല, പക്ഷേ മറിച്ച് നല്ല രീതിയിൽ ഒരു കുടുംബത്തെ കൊണ്ടുപോകേണ്ട എത്രയോ മനോഹരമായിട്ടുള്ള വിഷ്വൽസ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഇതിനെ സ്വാധീനിക്കുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരും എടുക്കേണ്ടത് അവരവരുടെ ജീവിത അനുഭവങ്ങളും സാഹചര്യങ്ങളും ജീവിത പങ്കാളിയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ്. ഇത് പറഞ്ഞപ്പോൾ ഞാനൊരു കേസ്, അതായത് ഭാര്യയുടെ ഒരു അവിശ്വസ്തതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നവുമായിട്ടാണ് എൻ്റെ അടുക്കൽ വരുന്നത്. ചോദിച്ചു വന്നപ്പോൾ ഭാര്യ പറഞ്ഞു, കുറച്ച് നാളുകളായിട്ട് ഭർത്താവിൽ ഒരു അകലം ഞാൻ കണ്ടു തുടങ്ങി. അപ്പോൾ ഭർത്താവിൻ്റെ അകലം എന്താണ്, അല്ലെങ്കിൽ പുള്ളി എന്നിൽ നിന്ന് മാറിപ്പോകുന്നത് എന്താണെന്ന് അറിയാൻ പുള്ളിയുടെ കൂട്ടുകാരനുമായിട്ട് ഞാൻ സംസാരിക്കാൻ തുടങ്ങി, ചാറ്റ് ചെയ്യാൻ തുടങ്ങി. അവസാനം ഈ കൂട്ടുകാരൻ്റെ ഒരു ബന്ധത്തിലേക്കാണ് പിന്നീട് ഈ ഭാര്യ പോകുന്നത്. അത് ഹസ്ബൻഡ് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നോക്കണം, ഒരാളുടെ അവിശ്വസ്തത മറ്റൊരാളെ അവിശ്വസ്തരായിരിക്കുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹവലയത്തിൽ നീ ഉണ്ട് എന്ന പ്രകടിതമായൊരു രൂപം അല്ലെങ്കിൽ പ്രകടിതമായിട്ടുള്ള ഒരു അനുഭവം കൊടുക്കാൻ ജീവിത പങ്കാളികൾ ബാധ്യസ്ഥരാണ്. അല്ലെങ്കിൽ അവരെങ്ങനെയും പൊക്കോട്ടെ, അവർക്ക് ഇൻഡിവിജ്വൽ ഞാൻ സ്വാതന്ത്ര്യം കൊടുത്തു, സ്വാതന്ത്ര്യം വേണം, പക്ഷേ അത് അടിച്ചമർത്തപ്പെട്ട സ്വാതന്ത്ര്യമായിരിക്കരുത്. അവിടെ ഒരു ജീവിത പങ്കാളിത്തത്തിൻ്റെ, ദാമ്പത്യ ജീവിതത്തിൻ്റെ ഒരു വലയം അവിടെ ഉണ്ടാകണം എന്നതാണ് എനിക്കിപ്പോൾ കേസുകളുടെയൊക്കെ വെളിച്ചത്തിൽ പറയാനായിട്ട് സാധിക്കും. നമ്മൾ പഠിക്കുന്ന കാലത്തും ജോലി ചെയ്യുന്ന ടൈമിലൊക്കെ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ടാകാം, അവരിൽ നമ്മൾ ഒത്തിരി അടുത്തിടപഴകുന്നതാകാം. പക്ഷേ വിവാഹം കഴിച്ച് കഴിയുമ്പോൾ നമ്മൾ ചെറിയൊരു ലിമിറ്റേഷൻസ്, അതായത് ചില ഭർത്താക്കന്മാർക്ക് നമ്മൾ ആ രീതിയിൽ അവരോട് സംസാരിക്കുന്നതോ ചിരിക്കുന്നതോ ഒന്നും താല്പര്യമില്ലായിരിക്കും. അപ്പം നമ്മൾ കുറച്ച് നാളെടുക്കും നമ്മുടെ ഭർത്താവിൻ്റെ സ്വഭാവം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ആ കാലം എത്രയെങ്കിലും നമ്മളൊരു ഫ്രണ്ട്സിനോട് ഒരു അകൽച്ച പാലിക്കുക. എൻ്റെ ഭർത്താവ് അവരാഗ്രഹിക്കുന്ന രീതിയിൽ ഞാൻ പെരുമാറാനായിട്ട്, കുറച്ച് ക്ലാഷൊക്കെ ഒഴിവാക്കാനായിട്ട്, ഒരു പഠിച്ചെടുക്കുന്നത് വരെ നമ്മൾ പണ്ട് നിന്നതിൽ നിന്നും ഒരു വ്യത്യസ്തത പുലർത്തി അവരെ പഠിച്ചെടുത്തിട്ടാകാൻ നമുക്ക് പറ്റുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സ് മരണം വരെ നമ്മളോട് കൂടെ ഇല്ലല്ലോ. കുടുംബജീവിതത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ അവരുടെ ആഗ്രഹം എന്താണോ അതനുസരിച്ച് പ്രവർത്തിച്ചാൽ കുറച്ചുകൂടെ നമുക്ക് എളുപ്പത്തിൽ കൊണ്ടുപോകാൻ. എനിക്ക് തോന്നുന്നു സിസ്റ്റർ, കൂടുതൽ തുറന്നു പറച്ചിലുകൾ ആവശ്യമാണ്. അതായത് ഇപ്പോൾ മനസ്സിലാക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ എല്ലാവരും മനഃശാസ്ത്രം പഠിച്ചവരോ അങ്ങനെ സാധാരണ ലേമൻ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ അതാണ് ഈ വിശ്വാസ്യത ആദ്യത്തെ ഒരു കുറച്ച് വർഷത്തിൽ വന്നു കഴിഞ്ഞാൽ തുറന്നു പറച്ചിലുകളിലൂടെ നിങ്ങൾക്ക് പലതും സോൾവ് ചെയ്യാൻ പറ്റും ഈസി ആയിട്ട്. ഓക്കെ, തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ ഈ ക്വാളിറ്റി ടൈം എന്ന് പറയുമ്പോൾ മാതാപിതാക്കളും മക്കൾക്ക് കൊടുക്കുന്ന ഒരു ക്വാളിറ്റി ടൈം പോലെ ഇമ്പോർട്ടൻ്റ് ആണ് ജീവിത പങ്കാളിക്ക് കൊടുക്കേണ്ട ഒരു ക്വാളിറ്റി ടൈം. കുറച്ച് സമയം അവരുടേതായിട്ടുള്ള ചില ടൈം, അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള സംസാരം, അവരുടേതായിട്ടുള്ള ഒരു ഷെയറിങ്, അത് ഏറ്റവും ആവശ്യമാണ്. അതുപോലെ പ്രാർത്ഥന നമ്മളെപ്പോഴും ഓർക്കണം, കൂട്ടി യോജിപ്പിച്ചത് ദൈവമാണെങ്കിൽ ദൈവത്തിൻ്റെ കൈ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാവണം. അപ്പോൾ ഇതെല്ലാം ഇവരുടെ ഒരു ജീവിത പങ്കാളി വളരെ മനോഹരമായ ഒരു ജീവിതമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്ര മനോഹരമായ ആ ഒരു കുടുംബജീവിതത്തിൽ ദൈവത്തോട് ചേർന്ന്, ജീവിത പങ്കാളികളോട് ചേർന്ന്, കുടുംബത്തോട് ചേർന്ന് ജീവിക്കുമ്പോൾ അത് ദൈവത്തിന് നമ്മൾ കൊടുക്കുന്ന ഒരു സമ്മാനമാണ്. അപ്പോൾ സ്വന്തം ജീവിതം എൻ്റെ ജീവിതാന്തസ്സിലൂടെ ദൈവത്തിന് സമ്മാനമായി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതവിളി, ദൈവവിളി. അതെ, ദൈവം ചേർത്ത് വെച്ചവരാണ് ഓരോ ജീവിത പങ്കാളികളെയും. അപ്പോൾ ഇന്നത്തെ ഒരു ചർച്ച അതുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അത് ഏവർക്കും പ്രയോജനകരമാണ് എന്ന് വിശ്വസിക്കുന്നു. മനം തുറന്നാൽ എന്ന മാനസിക ആരോഗ്യ പരിപാടിയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഒരു എപ്പിസോഡിൽ നമ്മോടൊപ്പം ചർച്ചയ്ക്കായിരുന്ന എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത ആഴ്ച മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.